എല്ലാവർക്കും നമസ്കാരം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലർമാരുടെ 21 വർഷങ്ങളുടെ ഒരു ദിവസത്തെ മാംഗോ മെഡോസിൽ ചിലവഴിച്ചതിൻ്റെ വീഡിയോ ആണ്. കൂടുതൽ വിവരങ്ങളൊക്കെ വേട്ടനാടിലെ കൗൺസിലർ നന്ദചേട്ടൻ പറയുന്നതായിരിക്കും. മാംഗോ മെഡോസിലെ വിവരങ്ങളെ കുറിച്ചൊക്കെ. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മേഖലയിൽ ആയാങ്കുടി എന്ന സ്ഥലത്താണ് മാംഗോ മെഡോസ് എന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്ക് നിലകൊള്ളുന്നത്. ഇത് ഒരു പ്രവാസിയുടെ മനസ്സിലുദിച്ച ഒരു ബുദ്ധിയാണ്. അദ്ദേഹം പൊതുജനത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണം, അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു കാർഷിക സംസ്കൃതിയെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായും ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു വാട്ടർ തീം പാർക്ക് എന്ന് ഉള്ള ഒരു ഐഡിയ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കിന് രൂപം കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ തീം പാർക്കിനകത്ത് ഒരുപാട് സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കേട്ടുകേൾവി മാത്രമല്ല, നിരവധി ഔഷധ സസ്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ, ഒരുപാട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സസ്യജാലങ്ങൾ, ഇതൊക്കെ ഇവിടെ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്. കടൽ ബോട്ടിംഗ്, സ്വിമ്മിംഗ് പൂള്, അതുപോലെ അമ്പെയ്ത്ത്, അങ്ങനെ നിരവധി കായിക വിനോദ ഇനങ്ങളൊക്കെ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടും ഉണ്ട്. ഒരേ സമയം തന്നെ വിജ്ഞാനകരവും വിനോദകരവുമായ ഒരു അനുഭവമായിരിക്കും ഈ മാംഗോ മെഡോസ് എന്ന അഗ്രികൾച്ചറൽ തീം പാർക്കിലെ ഒരു യാത്ര എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തിയും കുളിർമയും നൽകുന്ന വളരെ വ്യത്യസ്തമായ വേറിട്ട് നിൽക്കുന്ന ഒരനുഭവം അഥവാ ഒരു അനുഭൂതി. ഇനി നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 400 രൂപയാണ് എൻട്രി ഫീസായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 31 പേരുണ്ട്. 31 പേര് എൻട്രി ഫീസ് ആയിട്ടുള്ള 400 രൂപ വീതം എടുത്ത് ടിക്കറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 21 കൗൺസിലർമാരായതിനാൽ അത്യാവശ്യം റിഡക്ഷൻ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി വന്നതിന് ശേഷം പറയാം. ആദ്യമായി ഔഷധസസ്യങ്ങളുടെ വലിയൊരു ശേഖരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങും. ആ ഭാഗത്ത് വൈക്കം തഴ ഉൽപ്പന്നങ്ങൾ ഇവിടെ മാത്രം ഒരു ശേഖരണമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. അതും കണ്ടിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഇതെല്ലാം തന്നെ ഔഷധസസ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ പോകുന്നത് നമ്മുടെ ഗൈഡാണ്, വൈഷ്ണവി. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കാണിക്കാൻ പോകുന്നത് മീനൂട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീൻ കഴിക്കേണ്ട അതിൻ്റെ ഫുഡും കൊണ്ടാണ് ബക്കറ്റിൽ പോകുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോഫി ഷോപ്പുകളും നിലക്കടല വിൽക്കുന്ന കടകളൊക്കെ തന്നെയുണ്ട്. ആ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മീനൂട്ടുന്നവരോട് നമ്മൾ പാപത്തിന്റെ കാഠിന്യം കുറയുമെന്ന് മൊബൈൽ അടിക്കുന്നു.
പാപങ്ങളൊക്കെ തീരട്ടെ കുളിക്കുക. ഒന്നാ പാവം തിന്നോ ചേച്ചി? ഒന്നാ പാവം തിന്നോ? ചേട്ടാ ആവോലിയാണ്. ഇവിടെ 20 കോട്ടേജുകളുണ്ട്. 4 പ്രീമിയം കോട്ടേജ്. അതിനെല്ലാം നമ്മളൊരു ഫ്രൂട്ടിന്റെ പേരായിട്ടിരിക്കുന്നത്. അക്കടെ വാച്ച് ടവർ ആട്ടോ. അതിന്റെ പുറത്ത് കയറിയാൽ നമുക്ക് മാംഗോ ഗ്രാസിന്റെ സിംഗിൾ വ്യൂ കാണാൻ സാധിക്കും കേട്ടോ. ആയിക്കോട്ടെ. മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ പട്ടുനൂൽ വ്യവസായത്തിന് മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ തളിരെല്ലാം നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. രോഗം ജലദോഷത്തിലേക്ക് ആയുർവേദ ഫുഡിൽ മൾബറി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെന്ന് സാഞ്ചുറിയിലേക്കാണ്. ഓക്കെ. ഡോക്ടർ എന്താണ്? സലീം അലി ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായിരുന്നു. ഓരോ റോഡുകൾക്ക് പേരിട്ടുണ്ട്. ഈ റോഡിന്റെ പേര് സലീം അലി എന്നാണ്. ഡോക്ടർ സലീം അലി. ഇത് സോപ്പിംഗായ മരം എന്ന് പറയും കേട്ടോ. പണ്ടുള്ള ആൾക്കാർ സോപ്പിന് ഇതിന്റെ കായ യൂസ് ചെയ്തോണ്ടിരുന്നത് ഉപയോഗിക്കുന്നു കേട്ടോ. പിന്നെ വിദേശ സ്ത്രീകൾ ഹെയർ എനിക്കാണ് ഉപയോഗിക്കുന്നത്. ആദിവാസികൾ ഉൾക്കാടിലേക്ക് പോകുമ്പോ ഈ വൃക്ഷത്തെ വെള്ളത്തിൽ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ 2.5 ഇഞ്ച് വ്യാസത്തിന് അതിന്റെ പൂ കണ്ടോ? കോല കൊത്തി കിടക്കത്തില്ല, ഇങ്ങനെ വലിയ പൂവായിരിക്കും.
ഇതിന്റെ തൊലി ചതുക്കുമ്പോ ഇലാസ്റ്റിക് പോലെ വലിയും. ഇവിടെ ജയൻ എന്ന് പേരായ ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനുണ്ടായിരുന്നു. ആളെ പരിചയപ്പെട്ടു. നല്ല രീതിയിൽ ആൾ പുല്ലാങ്കുഴൽ വായിക്കുന്നുണ്ടായിരുന്നു. പഴയ കാലത്തൊക്കെ കയറ് പിരിച്ചിരുന്ന ഒരു സംഭവവും പിന്നെ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെയാണ് ഇവിടെ കാണാനുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴൊക്കെ കുറേ വളർത്തുമൃഗങ്ങൾ, കോഴികൾ, അതുപോലെ തന്നെ പശുക്കൾ, അതേപോലെ തന്നെ നമ്മുടെ യമു പോലത്തെ പക്ഷികൾ, അതിൻ്റെ മുട്ടകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് വേണമെങ്കിൽ ഈ പാർക്ക് മൊത്തം കാണാനായിട്ട് സൈക്കിളൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാം. അതിന് നിശ്ചിതമായിട്ടൊരു ഫീസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം നമുക്കിവിടെ കാണാൻ കഴിയും. ഏറ്റവും വലിയ ശില്പമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ നീങ്ങുമ്പോൾ എക്കോറിയം ഉണ്ട്. എക്കോറിയം കാണാം. എക്കോറിയത്തിൽ അനേകം മത്സ്യങ്ങളുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. എക്കോറിയം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നടക്കുമ്പോൾ ഏദൻ ഗാർഡൻ കാണാം. അവിടെ നമുക്ക് ശില്പങ്ങളായിരിക്കും കൂടുതലും കാണാൻ സാധിക്കുക. ആദവും ഹവ്വയും അവർ കഴിച്ച ആപ്പിൾ ഉൾപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അനേകം ശില്പങ്ങളുണ്ട്, എങ്കിൽ കൂടി ഏറ്റവും പ്രധാനം അതായിരിക്കും. അത് കഴിഞ്ഞാൽ വിഷക്കാവുകൾ, ഗുഹകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറച്ചും കൂടി നടന്നകന്നാൽ നമുക്ക് കുട്ടികൾ കളിക്കുന്നൊരു പാർക്കും അതിൻ്റെ മുകളിൽ ടെൻറ്റും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാനും മറ്റും സൗകര്യമുണ്ട്. ഒരു മസ്ജിദ് ഉണ്ടാവും. മസ്ജിദ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ 3D പോലുള്ള ഒരു ചിത്രം പ്രദർശനം 100 രൂപയാണത്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ യാത്രക്കാർക്ക് പോകാനുള്ള ബസ്സുകളും പാർക്ക് സന്ദർശിക്കാനുള്ള ബസ്സും എല്ലാവിധ കാർഡുകളും എടുക്കുന്ന ഒരു ATM-ഉം നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികളെ എല്ലാവരെയും ആകർഷിക്കുന്ന ട്രെയിൻ പോലത്തെ ഒരു സംവിധാനവും അതിൽ കയറി ഈ പാർക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് ചുറ്റിക്കാണാനൊക്കെ സാധിക്കും. ഏകദേശം 1.5 മണി കഴിഞ്ഞു. നമ്മളുടെ എൻട്രി പാസിൽ അനുവദിച്ചിട്ടുള്ള സമയം 1.5 മണി കഴിഞ്ഞിട്ടാണ്. എല്ലാവരും അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ സമയമാണ്. ഭക്ഷണം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബോട്ടിംഗ് ആണ്. അതേപോലെ തന്നെ പണ്ടത്തെ കൊട്ടബഞ്ചില്ലേ, അതും നമുക്കിവിടെ കാണാൻ കഴിയും. രണ്ടിലും നമുക്ക് കയറി എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്ത്. അതിനൊന്നും നമുക്ക് പൈസ ഒന്നുമില്ല, നമുക്ക് അത് ഫ്രീ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും എൻജോയ്മെൻ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി
ബോട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ പെഡൽ ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പണ്ടത്തെ കൊട്ടവഞ്ചിയില്ലേ, ആ ടൈപ്പുള്ള ബോട്ടിംഗ് ഉണ്ട്. രണ്ടും നമുക്ക് പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. അപ്പോൾ ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഓരോരോ ടീമായിട്ട് ബോട്ടിങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബോട്ടിങ്ങിന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്, കാരണം ചവിട്ടുമ്പോഴൊക്കെ നല്ലകൂടി ബലം വേണ്ടി വരും. ഫുഡ് കഴിച്ചിട്ടുള്ള ടൈം ആയതുകൊണ്ട് വലിയ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാവും. നമ്മുടെ ഈ പാർക്കിനുള്ളിൽ ഒരു കളി ഷോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് കുട്ടികൾക്കല്ല വലിയവർക്കും കളിക്കാം ചില റൈഡുകളാണ്. ഇത്തിരി റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സാഹസികത ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും കുറച്ച് നേരം റൈഡിലൊക്കെ എൻജോയ് ചെയ്ത് വഞ്ചിയും പിന്നെ ഈ റൈഡുണ്ടായിരുന്നു. ഈ റൈഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഗണ്ണ് വെച്ച് ബലൂൺ പൊട്ടിക്കലും അമ്പെയ്ത്തും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി വരുന്നത് നീന്തൽക്കുളമാണ്, സ്വിമ്മിംഗ് പൂൾ. പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. 1 ഹവറാണ് ഇറങ്ങുന്നവർക്കുള്ളത്. അതിനുശേഷം 1 മണിക്കൂറിന് 50 രൂപ വെച്ച് ഈടാക്കുന്നതായിരിക്കും. ഇനി നമ്മളടുത്തായി കാണാൻ പോകുന്നത് മാംഗോ മെഡോസിലെ വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സിംഗിൾ വ്യൂസിൽ മാംഗോ മെഡോസ് പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഇവിടെ ആസ്വദിക്കാൻ കഴിയും. പൂർണ്ണമായിട്ടും മാംഗോ മെഡോസ് പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു വ്യൂ ആണ്. ഒന്നായില്ലാതെ കണ്ടുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസത്തെ മാംഗോ മെഡോസിൻ്റെ പരിപാടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളെ മടങ്ങുകയാണ്.